എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് കാരണമാക്കിയതിന് എൻ്റെ ഈശോയിനോടും മാതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് ജോണിത്ത. ഞാൻ അബുദാബിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ സെയിൻറ്റ് പോൾസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഉടമ്പടിനെ പറ്റി എനിക്കെൻ്റെ മമ്മി വഴിയാണ് അറിയാൻ പറ്റുന്നത്. കൃപാസനെ പറ്റിയും ഞാൻ 2024 എൻ്റെ ജോലിയിൽ വന്ന കുറച്ച് സ്ട്രെസ്സും പ്രഷറും കാരണമാണ് ഞാൻ ഉടമ്പടിയിലേക്ക് അല്ലെങ്കിൽ കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയാനും അതിലേക്ക് വരുവാനും കാരണമായത്. ഓഗസ്റ്റ് 2024 ഞാൻ ഇവിടെ വന്നിരുന്നു. എൻ്റെ മമ്മിയുടെ നിർബന്ധ കാരണം മാത്രം ഞാനിവിടെ വന്നു. ഒത്തിരി നാളായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞാനൊന്ന് കുമ്പസാരിച്ചു. ഇവിടെ വന്ന് ഇറങ്ങുമ്പം എനിക്ക് ഭയങ്കര ഒരു സമാധാനവും ആശ്വാസവും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. സെപ്റ്റംബർ തൊട്ട് എനിക്ക് ആ സെയിം സ്ട്രെസ് ലെവല്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്യൂ. അങ്ങനെ ഞാൻ ഒക്ടോബർ 2024 ഓൺലൈൻ ഉടമ്പടി എടുത്തു. എനിക്ക് ഉറങ്ങാൻ വേണ്ടിയായിരുന്നു ഞാൻ ആ ഉടമ്പടി എടുത്തിരുന്നത് മെയിൻലി. അങ്ങനെ 2024 ഒക്ടോബർ 21 ഒരേ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് ഇന്ന് വരെ എനിക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് മരുന്നെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പം എനിക്കെങ്ങനെയെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ജോബ് ഒന്ന് മാറണം. ബിക്കോസ് എനിക്ക് ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മാനേജർ എനിക്ക് തരുന്ന ആ ഒരു സ്ട്രെസ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് ലൊക്കേഷനെ പറ്റി ചിന്തിച്ചുകൂടാ, ഒരു മൈഗ്രേഷനെ പറ്റി ചിന്തിച്ചുകൂടാ. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓർത്തു എന്നാൽ ഓസ്ട്രേലിയ നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ അതിന് ക്യാപ്സ് എക്സാം എഴുതണം. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. അതിനെപ്പോലെ ഞാൻ ഒത്തിരി നാളായി കോളേജെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതുമില്ല. അത് ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ ഒരു തവണ എഴുതി. അത് ഞാൻ ഉടമ്പടിക്ക് മുമ്പാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ എക്സാം എഴുതിയത്. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, ഒന്ന് കൃപാസന മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുക. പക്ഷേ ഞാനത് അങ്ങനെ വലിയ കാര്യമാക്കിയില്ല. ആ എക്സാം ഞാൻ നന്നായിട്ട് അവിടെ പോയി എഴുതി. പക്ഷേ ഞാനത് ഫെയിൽ ആവുകയും ചെയ്തു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി 20th ഒക്ടോബർ 2024 എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടി ക്യാപ്സ് എക്സാം എഴുതാൻ. അവിടെ ഞാൻ ചെന്നു, എക്സാം എഴുതാൻ ഇരുന്നു. സെയിം പ്രിപ്പറേഷൻ, വലുതായിട്ടൊന്നും എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെ ഓർമ്മയിൽ ഇരിക്കത്തില്ല. അതാണ് ഇഷ്യൂ. അങ്ങനെ എക്സാമിനവിടെ പോയി ഇരുന്നു. ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ മമ്മി കാശിരൂപം തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഞാൻ മുറുക്കെ പിടിച്ച് ഞാൻ എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ആ എക്സാമിനെ കണ്ടപ്പോൾ എനിക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഓർത്തു, ഇനി ഇത് പോയി കഴിഞ്ഞാൽ ഇനി സിലബസ് മാറുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യുക? ഇത് എൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ബിക്കോസ് എനിക്ക് എങ്ങനെയായാലും എനിക്കിവിടെ ഇനി വർക്ക് ചെയ്യണ്ട. അപ്പം എൻ്റെ ഒരു ഓപ്ഷനാണിത്. അപ്പം ഞാൻ മാതാവിൻ്റെ കാശിരൂപം മുറുക്കെ പിടിച്ചിട്ട് പറഞ്ഞു, മാതാവേ, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഈ എക്സാം ഒന്ന് ജയിപ്പിക്കണം. എനിക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അറിഞ്ഞുകൂടാ, അതെല്ലാം എനിക്ക് ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ക്രീനിലോട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഇങ്ങനെ ഒന്ന് എനിക്ക് തോന്നി, മാതാവിനെ എനിക്ക് ആ സ്ക്രീനിൽ കണ്ടതുപോലെ തോന്നി. എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു കൂൾ ഇഫക്റ്റ് എൻ്റെ ബോഡിയിൽ വന്നു. പിന്നെ ഞാൻ എന്താ എഴുതിയെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. ഞാൻ എഴുതി. എക്സാം കഴിഞ്ഞു. ടഫാണോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ 10 ദിവസം എടുക്കും റിസൾട്ട് വരാൻ. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിൽ തോന്നിച്ചു, ഞാൻ എന്തായാലും സ്ക്രീനിൽ മാതാവിനെ കണ്ടതല്ലേ, അപ്പം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം എനിക്കത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വരത്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അത് കഴിഞ്ഞ് എനിക്കൊരു ഉറപ്പ് വന്ന പോലെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചോദിച്ചാലും എൻ്റെ മാതാവ് എനിക്ക് തരും. അല്ലെങ്കിൽ എനിക്കൊരു ആ സ്ട്രെസ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. ഞാൻ എളുപ്പം എന്തെങ്കിലും വന്നാലും പാനിക്കാവുന്ന വ്യക്തിയാണ്. അപ്പം അതെൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അങ്ങനെ ഞാൻ OET പാസ്സായി. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ആ സ്ട്രെസ്സ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. എന്നാന്ന് വെച്ചാൽ എന്ത് സ്ട്രെസ്സ് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ എനിക്കതങ്ങ് അല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ അതെനിക്കൊരു കോൺഫിഡൻസായി. അങ്ങനെ
അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയാണ് നമ്മൾ വിചാരിച്ചു, ഇങ്ങനെ ഇരുന്നു. പക്ഷേ എന്തോ അവിടെ ഇപ്പം ഭയങ്കര സാച്ചുറേറ്റഡ് ആണ് അവിടുത്തെ ജോബ്സൊക്കെ. അതുകൊണ്ട് തന്നെ ഏജൻറ്റ് പറഞ്ഞു നമുക്ക് ന്യൂസിലാൻഡ് നോക്കാം. അപ്പം പേപ്പർ പ്രോസസ്സിങ് എല്ലാം തുടങ്ങി. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ പിന്നെയും വെക്കേഷന് നാട്ടിൽ വന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഓഗസ്റ്റ് 23rd 2025 എടുത്തു. അത് എടുത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ലോ എക്സാംസ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ അതും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും അത് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു എൻ്റെ എല്ലാം. അങ്ങനെ ഞാൻ അതും പാസ്സായി. അങ്ങനെ ജോബ് ഓഫർ കിട്ടി. അങ്ങനെ എനിക്ക് ഡിസംബർ 2025 24th ക്രിസ്മസിൻ്റെ ഒരു ദിവസം മുൻപ് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ അത് എനിക്ക് എൻ്റെ വിസയും കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ. ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഡെയിലി പ്രേയേഴ്സ് ഒന്നും ചെയ്യലില്ല. ബിക്കോസ് ഞങ്ങളെല്ലാവരും ബിസിയാണ്. പിള്ളേർ വീട്ടിലുള്ള സമയത്ത് ഞങ്ങൾ വീട്ടിലില്ല. ഞങ്ങളെല്ലാവരും വർക്കിലാണ്, ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിലും. പക്ഷേ ഞങ്ങൾ റോസറി ചെയ്യാതെ ഒരു ദിവസം പോലും കിടക്കില്ല. എല്ലാ ദിവസവും ഞങ്ങൾ അതൊരു പിള്ളേരായാലും അതൊരു പോയിൻ്റാക്കി എല്ലാ ദിവസവും ഞങ്ങൾ പ്രെയർ ചെല്ലാതെ കിടക്കില്ല. മാസിന് കുർബാനയ്ക്ക് എല്ലാ ദിവസമൊന്നും അങ്ങനെ എല്ലാ ആഴ്ചയിൽ പോലും പോകത്തില്ലായിരുന്നു, ബിസി ആയതുകൊണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതിന് സമയം കണ്ടെത്തി അതിന് അത് പോയില്ലെങ്കിൽ ഒരു വലിയ സങ്കടം. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഫെബ്രുവരിയിൽ ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് ജോലിയുമായി പോകാൻ തയ്യാറെടുക്കുന്നു. ഇതല്ലാതെ മോന് കുറേ വർഷങ്ങളായിട്ട് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. ഒരു മേ ബി 4 to 6 years ആയിട്ട് എന്നും രാവിലെ എഴുന്നേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തുമ്മും. ഒരു മേ ബി ഹാഫ് ആൻ അവറോളം തുമ്മിയാണ് ആൾ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പം ഒരു ദിവസം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ടല്ലോ, ഒന്ന് അവൻ്റെ മൂക്കിലൊന്ന് വെച്ചിട്ട് അവനോടും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് തേച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം കഴിഞ്ഞ 2 മാസമായിട്ട് അവനൊരു തുമ്മലും ഇല്ല. അവന് ഒരു ഇച്ചിരി പോലും അലർജിയുടെ ഒരു സിംറ്റം പോലും കാണുന്നില്ല. ഉടമ്പടി ഞങ്ങളുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി. ഇനിയും ഞങ്ങൾക്ക് ഉടമ്പടിയിൽ ഞങ്ങളുടെ കുടുംബം അവസാനം വരെ ജീവിക്കുവാനുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. പ്രേക്ഷക പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് പത്രം മേടിച്ചിരുന്നു. അത് ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കുമായിരുന്നു. പ്ലസ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റമാണ് പ്രാർത്ഥന കാരണം, അല്ലെങ്കിൽ ഞാനിവിടെ വന്നതിന് ശേഷം എന്നിലുള്ള മാറ്റം കണ്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രേയേഴ്സ് കാരണമാണ് ഞാൻ ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് എനിക്ക് എന്ത് ഇഷ്യൂ വന്നാലും അതെന്നെ തൊടാതെ പോകുന്നതിൻ്റെ കാരണം അവർക്ക് തന്നെ മനസ്സിലായി. അപ്പോൾ അവർക്കും അതൊരു പ്രാർത്ഥിക്കണം. പിന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ആരെങ്കിലോട് ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയറിൽ വഴി പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും. അവരത് വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ മാറ്റങ്ങൾ കാരണം. പിന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 71 സങ്കീർത്തനം 16 തിരുവചനം. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ജോനിത എന്ന ഈ മകൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാനായി പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇവിടെ മകനോടൊപ്പം കൃപാസനാലയത്തിൻ്റെ പ്രത്യക്ഷീകരണ ആൽത്തറയിലേക്ക് വന്നിരിക്കുകയാണ്. അവർ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവർ ഏറ്റുപറയുന്നത്. ജോനിത
ഹസ്ബൻഡും കൂടി വളരെ സങ്കടത്തോടു കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്താലോ, നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കൃപാസനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജോനിത പറയുന്നത് ഉടമ്പടി എടുത്ത അന്ന് തന്നെ അവർക്ക് സമാധാനപരമായി ഉറങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ ഉള്ളവരാണ് ഇവിടെ വന്നു പോകുന്ന എല്ലാ മക്കളും. അത്രമാത്രം സങ്കടത്തിലായിരിക്കുമ്പോഴാണ് നാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉറക്കമില്ലാത്ത രാത്രികളിൽ നാം നേരം ഒന്ന് വെളുത്തിരുന്നെങ്കിൽ എന്ന് ആശിക്കാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല. നേരം വെളുത്താൽ എൻ്റെ വീണ്ടും ജീവിതസ്ഥിതി അതുതന്നെയാണല്ലോ, ഇനിയൊന്ന് രാത്രിയായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്നവരും അങ്ങനെയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് മക്കളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ താരാട്ടുപാടി ഉറക്കുന്ന ഒരു വലിയ ജീവിതാനുഭവത്തിലേക്ക് ജോണിത എത്തിച്ചേർന്നത് ഈ കൃപാസനാലയത്തിൻ്റെ മണ്ണിൽ ചവിട്ടിയ നിമിഷം മുതലാണ്. അതുപോലെ തന്നെ ഇവർക്ക് ന്യൂസിലാൻഡിലേക്കുള്ള വിസ ലഭിക്കുന്നതിനുള്ള പ്രോസസ്സ് ഏറ്റുപറയുകയായിരുന്നു. ഓരോ സമയത്തും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തപ്പോൾ നേർച്ച വസ്തുക്കളുടെ സഹായത്തോടുകൂടി പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിലേക്ക് കൂടെ സഞ്ചരിച്ച് ഈശോ നൽകിയ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഇവരെ ഏറ്റുപറയുകയുണ്ടായി. നമ്മുടെ ഏത് തന്നെ ജീവിത പ്രതിസന്ധികളായാലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തെ ക്രമീകരിച്ച് ഇപ്പോൾ ഉടമ്പടി ഇവരുടെ ഒരു ജീവിത ശൈലിയായി മാറി എന്ന് ജോനിത ഏറ്റുപറയുന്നു. നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് നാം ഉടമ്പടിയിൽ വളരെ വിശ്വസ്തയോടുകൂടി മുന്നേറുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ ആശ്വാസവും വലിയ സൗഭാഗ്യങ്ങളും വലിയ സന്തോഷങ്ങളും നമ്മൾ ഈശോയെ ഇനി നാം ഒരിക്കലും വിട്ടുപിരിയില്ല എന്നുള്ളൊരു ദാർഢ്യത്തിലേക്ക് നാം എത്തിക്കഴിയുമ്പോഴുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പിതാവിനും ഈശോ നഷ്ടപ്പെട്ട ഒരു 3 ദിവസങ്ങളുണ്ടായിരുന്നു. ഈശോയെ കണ്ടെത്തുന്നത് വരെ അവർക്കുണ്ടായിരുന്നുള്ള ഒരു ആകുലത അതുപോലെ ആയിരിക്കും നമുക്കെപ്പോഴും ഈശോയെ കണ്ടെത്തുമ്പോൾ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നമുക്കുള്ള ജോലി, വിവാഹം, കുഞ്ഞ്, PR, പെൻഷൻ, ഇതൊന്നുമല്ല നമുക്ക് ലഭിക്കേണ്ടത്. ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കേണ്ടത് നമുക്ക് നിത്യത എന്ന ഉറപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ സഹോദരി നമ്മൾ ഏറ്റുപറയുന്നതാണ്. ഈശോയെ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ, അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചപ്പോൾ സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതോടെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ തന്നെ ക്രമീകരിച്ചു കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവരെ എപ്പോഴും സാമീപ്യം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ജീവിതാനുഭവത്തിലേക്ക് അവർ കടന്നു വരികയുണ്ടായി. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇവിടെ വരുന്ന ഓരോ മക്കളും കണ്ണുനീരോടെ വരുന്നു, സന്തോഷത്തോടെ കൊയ്തുകൊണ്ട് പോകുന്നത്. ഉടമ്പടി പുതുക്കുന്ന ഓരോ മക്കളുടെയും കണ്ണിലെ സന്തോഷം നമുക്ക് കണ്ടെടുക്കാനും വായിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ കയ്യിലേന്തുമ്പോഴുള്ള അവരുടെ പ്രത്യാശയും അവർക്ക് കൂടുതൽ ജീവിക്കാനുള്ള ഈശോയെ കൈമാറാനുള്ള അവരുടെ പ്രത്യാശയുമെല്ലാം നാം കണ്ടെടുക്കുന്നതും വായിച്ചെടുക്കുന്നതും ജീവിതം അനുഭവിക്കുന്നതുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ജോനിതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും, അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മകൻ്റെ അലർജിയുടെ ഒരു വലിയ സൗഖ്യം കൂടി അവർക്കുണ്ടായി. ഉടമ്പടി എടുത്ത് അവർ പുതുക്കിയതിന് ശേഷം അവർക്ക് വളരെ പെട്ടെന്ന് മകനെ 3 ദിവസം കൊണ്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം വളരെ കാലമായി ഉണ്ടായിരുന്ന അലർജി മാറി, അവൻ്റെ തുമ്മലെല്ലാം മാറി വളരെ സൗഖ്യത്തോടെ ഇന്ന് ആൾത്താരയിൽ കയറി നിൽക്കാൻ ഈ മകനെ അനുവദിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ച് നല്ല ഒരു കയ്യടിയോടെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.